ഒരുപാട് പേര് നമുക്ക് ഫോട്ടോ ആയിട്ട് എക്സ്റേസ് അയച്ചു തരാറുണ്ട്. അത് അവരൊരു അഭിപ്രായം എടുക്കാൻ വേണ്ടിയിട്ട്, അതൊരു സെക്കൻഡ് ഒപ്പീനിയനോ അങ്ങനെ ഒരു അഭിപ്രായത്തിന് വേണ്ടിയിട്ടാണ് അയക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ എക്സ്റേസിലൂടെ നമുക്കത് ഇപ്രകാരമുള്ള എക്സ്റേസ് ആണ് കൂടുതലും വരുന്നത്. എക്സ്റേയിലുള്ള എല്ലിൽ പൊട്ടലോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള എക്സ്റേസ് ആൾക്കാരെടുത്ത് അയക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സ്റേ എങ്ങനെ കൃത്യമായിട്ട് അയക്കണമെന്നുള്ളത് അറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു എക്സ്റേ നമ്മളൊരു ഓപ്പറേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ വെച്ചിട്ട് ഒരു എക്സ്റേ നോക്കുന്നത്, നമ്മൾ എക്സ്റേ വ്യൂ ബോക്സ് എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്. അത് പുറകെ ലൈറ്റ് വെച്ചിട്ട് ഒരു വെള്ള സ്ക്രീനാണ്, അതിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആശുപത്രികളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വീട്ടിൽ അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനേ പറ്റില്ല. അപ്പോൾ ആൾക്കാർ ഏതെങ്കിലും ഒരു ലൈറ്റിന് മുന്നിലോ ജനലിന് മുന്നിലോ എക്സ്റേ പിടിച്ചിട്ട് നമുക്ക് അയച്ചു തരും. പക്ഷേ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിനകത്തുനിന്നുള്ള ഒരു കാര്യവും മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, നമുക്കൊരു അഭിപ്രായം പറയാനും പറ്റില്ല അത് വെച്ച്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ എക്സ്റേ ഒരു കൃത്യമായിട്ട് ഒരാൾക്ക് അയക്കാമെന്നും അതിൻ്റെ ഫോട്ടോ എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും അറിയാമെന്നുള്ള പോലെ നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എല്ലാവരുടെയും കാണും. അപ്പോൾ ഈ ലാപ്ടോപ്പിൽ നമ്മുടെ ഒരു വേർഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുക. വേർഡ് ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു വെള്ള സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ വരും. അപ്പോൾ അതിൽ കമ്പ്യൂട്ടറിലെ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ വെള്ള സ്ക്രീൻ നമുക്കൊരു എക്സ്റേ വ്യൂ ബോക്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിന് മുന്നിൽ നമുക്ക് എക്സ്റേ വെച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ എക്സ്റേയിലുള്ള പൊട്ടലുകളും ബാക്കി കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും.